സേതു ഭരതിനെ തല്ലിയതിനെ മായ സേതുവിനെ ചീത്ത പറയാണ്. ഭാവന ഒരു അടി കൊടുത്തതിൻ്റെ പേരിലാണ് ഭരത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ കുറ്റബോധം കൊണ്ടാണ് സൂര്യയെ പറഞ്ഞയച്ചിട്ട് ഭാവന ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടിപ്പോൾ സേതുവേട്ടനും കൂടി തല്ലിയിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഭാവനയെ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ മായ അല്പ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, മദ്യമാകത്ത് ചെന്നാൽ ഇതും ഇതിനപ്പുറവും പറയും. സേതുവേട്ടൻ ഇതിനു മുൻപ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്? അത് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഒന്നാമതേ അരുന്ധതി ആകെ വിഷമത്തില്ല. ഭരത് കാരണം അവരും എന്തൊക്കെയോ സഹിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, ഭരതിൻ്റെ പഞ്ചാര വാക്ക് കേട്ടല്ലേ അവൾ ഇറങ്ങി വന്നത്. ഇനി അവൾ തന്നെ അവനെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയാണ്. എന്തായാലും ഞാൻ അവനെ തല്ലിപ്പോയി, ഇനി തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ആ തല്ലിൻ്റെ ചൂട് എന്നും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. എന്നാലേ അവൻ എവിടെ എന്തൊക്കെ ആരൊക്കെയോടൊക്കെ സംസാരിക്കണമെന്നറിയൂ. അപ്പോൾ മായ ചോദിക്കുകയാണ്, അവൻ സേതുവേട്ടനെ തിരിച്ചു തല്ലിയിരുന്നെങ്കിലോ? അനേൻ ഏട്ടനെ തല്ലി എന്ന പേരും കൂടെ കിട്ടിയേനെ. പിന്നീട് മായ പറയാണ്, സേതുവേട്ടൻ അവനെ പോയി ഒന്ന് സമാധാനിപ്പിക്കൂ. അപ്പോൾ സേതു പറയുന്നുണ്ട്, നീ പോയി അല്പം മോര് കലക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന് അവന് ഒരു പോള കണ്ണടക്കാനും പറ്റില്ല. നേരം വെളുക്കുമ്പോൾ എല്ലാം മാറി അവൻ സ്വയം തിരിച്ചറിഞ്ഞോളും എന്ന് പറയാൻ കേട്ടോ സേതു. പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട്, എന്താടി കരയുന്നത്? നിൻ്റെ ആരെങ്കിലും ചത്തോ? ആണുങ്ങളായാൽ ഇച്ചിരി മദ്യമൊക്കെ കഴിക്കും, അതിനിങ്ങനെ കരന്ന് കിടന്ന് മോങ്ങണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ അവനെ. ഇത് കേൾക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഇവിടെ അത് നടക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല എന്ന് പറയാണ്. എടി, ഇനിയും ഞാൻ കുടിക്കും, നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ കേട്ടോ ഭരത്. അപ്പോൾ അരുന്ധതി പറയാണ്, എങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. നീ പോകുമോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്നൊക്കെ വെല്ലുവിളിക്കാൻ കേട്ടോ ഭരത്. അവൻ ആ കള്ളിൻ്റെ ലഹരിയിൽ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നറിയാത്ത പോലെ അവൻ വിളിച്ച് പറയാൻ കേട്ടോ. എന്നിട്ട് അരുന്ധതിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. നീ പോകുന്നത് എനിക്ക് കാണണം, നീ പോകുമോ? ഇങ്ങനെ തുടർച്ചയായി ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് മായ അങ്ങോട്ടേക്ക് ഭരതിനുള്ള മോരുമായിട്ട് വരുന്നത്. നിർത്ത് ഭരത് എന്ന് പറയാൻ കേട്ടോ മായ. അവളെ വിട്. എന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട്, ഈ മോര് അവനെ കൊണ്ട് കുടിപ്പിക്കുകയെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേട്ടത് അരുന്ധതി പറയുന്നുണ്ട്, എനിക്ക് വയ്യ ചേച്ചി, ചേച്ചി തന്നെ ഒഴിച്ചു കൊടുക്ക്. അങ്ങനെ മായ ഭരതിന് അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഇതാ ഈ മോര് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ തട്ടി മാറ്റുന്നുണ്ടെങ്കിലും മായ നിർബന്ധിച്ചിട്ട് തന്നെ അവനെ കൊണ്ട് ആ മുഴുവൻ മോരും കുടിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് വേണ്ട ഈ മോരും മണ്ണാങ്കട്ടയും എന്നൊക്കെ അവന് പറയുന്നുണ്ടെങ്കിലും മായ അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. ശേഷം മായ പറയുന്നുണ്ട്, നിന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നവളാണ് ഈ അരുന്ധതി, അവളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് പറയാണ്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നൊന്നുമില്ല ചേച്ചി, ഇവൾ പറയാണ് ഇവളുടെ വീട്ടിൽ പോവുകയാണെന്ന്. ഇങ്ങനെ ഭരത് തിരിച്ച് മായയോട് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അതേ മായച്ചി, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല, നിന്നാൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. അപ്പോൾ മായ പറയുന്നുണ്ട്, ആരും എവിടെയും പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മോര് കുടിച്ചതിന് ശേഷം ഭരത് പൊട്ടിക്കരയാൻ കേട്ടോ. എന്നാലും സേതുവേട്ടനെ എന്നെ തല്ലുണ്ടായിരുന്നു മായച്ചി എന്ന് പറഞ്ഞിട്ട് കരയാണ് അവൻ. അപ്പോൾ മായ ഭരതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അതിൽ സേതുവേട്ടന് നല്ല വിഷമമുണ്ട്, അത് ആ മുഖത്ത് തന്നെ കാണാനുമുണ്ട്. ഒരു കുടുംബത്തിൽ പ്രശ്നം വരാൻ അധികം സമയമൊന്നും വേണ്ട, അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ നോക്ക്. പിന്നീട് മായ അരുന്ധതിയോടായിട്ട് പറയുന്നുണ്ട്, അരുന്ധതി, കുടുംബമാകുമ്പോൾ ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും, അതൊന്നും ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. ഭരതിൻ്റെ വിവരക്കേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇന്ന് സംഭവിച്ചത്. അരുന്ധതി, ഇനി സമാധാനപ്പെടും, നീ കരയല്ലേ മോളെ, ഇപ്പോൾ തന്നെ തലക്കുള്ളിലെ കീറുക്ക് മാറിയിട്ടുണ്ടാകും. നേരം ഒരുപാടായി, നിങ്ങൾ കിടക്കാൻ നോക്ക്, രാവിലെ ആകുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് മായ അവളെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. അതിനുശേഷം മായ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ് കേട്ടോ. അതിരാവിലെ തന്നെ ഭാവന എണീറ്റിട്ട് അവരുടെ അച്ഛൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി അമ്മയാട്ടെ ഭാവനയെ റൂമിൽ കാണാത്തത് കൊണ്ട് അവൾ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഹാളിൽ ഭാവന ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇറങ്ങാറായോടാ? അതെ അമ്മേ, പോയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഗായത്രി അമ്മ ചോദിക്കുന്നുണ്ട്, നീ ഭരതിനെ കാണുന്നുണ്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ടമ്മേ, രാവിലെ തന്നെ ഇനി ഇഷ്ടക്കേട് ഉണ്ടാക്കണ്ട, ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ മതി. ഇത് കേൾക്കുമ്പോൾ ഗായത്രി അമ്മ പറയുന്നുണ്ട്, ആര് ചോദിക്കാൻ, നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ, നാളെ നീ വരില്ലേ, നാളെയാണ് ഭാമ വീട് മാറുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ നാളെ എത്തിക്കോളാം അമ്മേ.
ഇപ്പോൾ ബാമ്മ നല്ല ഉറക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. അമ്മ സേതുവിനോടും മായച്ചിയോടും ബാമ്മയോടും എല്ലാവരോടും ഞാൻ പോയ വിവരം പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഭരതിൻ്റെ മദ്യത്തിൻ്റെ ആ ലഹരിയെല്ലാം വിട്ട് അവനിപ്പോൾ നല്ല മൂഡിലാണ് കേട്ടോ. അപ്പോൾ അരുന്ധതിയെ കാണാതിരുന്നപ്പോൾ അരുന്ധതി അങ്ങോട്ട് വരികയാണ്. താൻ എവിടെ പോയി? ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കാൻ പോയതാണെന്ന് അരുന്ധതി പറയുന്നുണ്ട്. വിളിച്ചു നോക്കി, പക്ഷേ അച്ഛൻ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എനിക്കും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് പറയാൻ കേട്ടോ അവൾ. താൻ എന്നെ നാറ്റിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഭരതേട്ടനെ നാറ്റിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാന്ന് തിരിച്ച് അരുന്ധതിയും പറയാണ്. പിന്നീട് അവൾ പറയുന്നുണ്ട്, ഭരതേട്ടന് ജോലി കിട്ടുന്നത് വരെ നമുക്ക് ജീവിക്കണ്ടേ, അതിന് അച്ഛൻ്റെ സഹായം എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്കറിയണം, അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഭരത് ഒരു ഐഡിയ പറയാണ്, കുറച്ച് കാശ് ബ്ലേഡിന് കൊടുത്താലോ, പലിശ ഇപ്പോൾ നന്നായിട്ട് കിട്ടും. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ കിട്ടുന്ന ക്യാഷൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഭരതൻ പറയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, 10 ക്യാഷ് കയ്യിൽ വന്നാലേ ഇവിടെ നിവർന്ന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അരുന്ധതി പറയാണ്, ഞാൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെയുള്ള ക്യാഷൊന്നും എനിക്ക് വേണ്ട. ഇതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം, നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ ഉടൻ നെഗറ്റീവ് പറയും. ഇതൊന്നും നെഗറ്റീവ് പറഞ്ഞതല്ല. ഇക്കാര്യത്തിൽ എൻ്റെ അച്ഛനോ അമ്മയോ അതുപോലെ തന്നെ ഇവരുടെ ഭാവനച്ചിയോ ആൻറ്റിയോ ഒന്നും സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ അരുന്ധതി. ആ സമയത്താണ് അവളുടെ അച്ഛൻ പ്രതാപ് അവളെ തിരിച്ചു വിളിക്കുന്നത്. എന്താ മോളെ കേൾക്കുന്നത്? എന്തൊരു മാനക്കേടാണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, തല്ലും കുത്തും മദ്യമൊക്കെ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മയോട് പറയണ്ടെന്ന് പറയുമ്പോൾ അമ്മ ആ വോയിസ് മെസ്സേജൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിലാണ് അമ്പാലിക വന്നിട്ട് പ്രതാപിൻ്റെ കയ്യിൽ നിന്നും ഫോണ് വാങ്ങുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അരുന്ധതിയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. നീ ഇതും ഇതിലപ്പുറവും ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, എന്ത് കണ്ടിട്ടാണ് നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ആക്ഷേപിക്കുന്നുണ്ട് കേട്ടോ അരുന്ധതിയെ. അവസാനം അരുന്ധതി ആ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് ഗായത്രി അമ്മ എന്തായി ഭരതിൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുകയാണ്. അവരാരെയും ഇതുവരെ പുറത്തേക്ക് കണ്ടില്ലല്ലോ, അരുന്ധതിയെയും കണ്ടില്ല, ഭരതിനെയും കണ്ടിട്ടില്ല. ഇനി അവന് ഇന്നലത്തെ കെട്ട് വിട്ടില്ലേ എന്നൊക്കെ ഗായത്രി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും എന്താ അവസ്ഥ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരതിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഭരതൻ അരുന്ധതിയോട് വളരെ മോശമായിട്ട് തട്ടിക്കയറുക കേട്ടോ. എൻ്റെ ഉള്ള മാനവും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? എൻ്റെ ചേച്ചിയാണെങ്കിലും ഭാവനേച്ചി എന്നെ തല്ലി, പക്ഷെ അത് നീ വഴി നിൻ്റെ വീട്ടുകാരറിയുമ്പോൾ അവർ കാണുന്നത് ഇതൊരു ശിക്ഷയായിട്ടാണ്. നിൻ്റെ അമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എന്നൊക്കെ പറയാൻ കേട്ടോ ഭരത് അരുന്ധതിയോട്. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഭരതേട്ടൻ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ ഭരതേട്ടനെ അങ്ങനെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞതല്ല. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലെ നടന്നതെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞെന്നുള്ളൂ. അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ല. അമ്മയുടെ സ്വഭാവം പിന്നെ ഭരതേട്ടന് നേരത്തെ അറിയാലോ. ഭാവനേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണ് അവർ തട്ടിക്കയറാൻ. ഭാവനേച്ചിയോടുള്ള വൈരാഗ്യമാണ് നമ്മുടെ വിവാഹത്തിന് വരെ അമ്മ എതിർത്ത് നിൽക്കാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ആ ഭാവനേച്ചിയാണ്. അവരെ കൊണ്ട് ഇപ്പോൾ ഒരു സ്വൈര്യവുമില്ല. വിവാഹം കഴിഞ്ഞ് സൂര്യേട്ടൻ്റെ വീട്ടിൽ നിൽക്കുമെന്ന് വിചാരിച്ചു, അതുമില്ല, ഇപ്പോഴും ഇവിടെയും ഭരിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ടുകൊണ്ടാണ് ഗായത്രി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അതേടാ, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തു തന്നപ്പോൾ നിനക്ക് അവളെ കുറ്റം. ഇത്രയും നാളും അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതല്ലേ നിനക്ക് വേണ്ടി ചിലവഴിച്ചത്? ഇപ്പോൾ ആ വരുമാനം നിലച്ചത് കൊണ്ടാണ് നിൻ്റെയൊക്കെ സ്വഭാവം മാറിയത്. ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട്, എന്ന് കരുതി ഭാവനച്ചി എന്നെ തല്ലിയിട്ട് എനിക്ക് തിരിച്ച് തല്ലാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, ഞാനെല്ലാം ക്ഷമിച്ച് നിന്നതാണ്. അവരാരായി ഇവിടുത്തെ? എന്തായാലും അമ്മയെക്കാളും ഒന്നും വലിയവരല്ലല്ലോ അവർ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ തന്നെ ഇങ്ങനെ പറയണമെടാ, അവൾ നെഞ്ചു പൊട്ടിയാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നിന്റെ ഇന്നലത്തെ അവളുള്ള ആ അപമാനിക്കുന്ന സംസാരവുമെല്ലാം അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഗായത്രി അരുന്ധതിയോട് പറയുന്നുണ്ട്, എടി നീ നോക്കിക്കോ, ഭാവനയെ തള്ളി പറഞ്ഞ ഇവൻ ഒരിക്കൽ നിന്നെയും തള്ളി പറയും, അതിൽ യാതൊരു സംശയവുമില്ല. ഇതവൻ്റെ സ്വഭാവമാണ്, ഇങ്ങനൊരു സ്വഭാവം ലോകത്ത് ഇവന് മാത്രമേ ഉള്ളൂ, നീ നോക്കി നിന്നോ എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി അമ്മ അരുന്ധതിയോട്. അരുന്ധതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ശരിക്കും അവൾ പെട്ടുപോയതായി എന്നൊരു തോന്നൽ അവൾക്കുണ്ട്. തിരികെ വീട്ടിലേക്ക് കയറാൻ വയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ അരുന്ധതി. പിന്നീട് ഹോസ്പിറ്റലിൽ വിജയപത്മന് ഭാവന വഴി MD ഒരു ദിവസത്തെ അവധി ചോദിച്ചിരുന്നു ബില്ല് അടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അദ്ദേഹം ശ്രമിച്ചിട്ടും എവിടെ നിന്നും പണം ഒപ്പിക്കാൻ
ആയിട്ടില്ലായിരുന്നു. ജാനകിയും വിജയപത്മനും കൂടിയും പറയുന്നുണ്ട്, ഇനി നമുക്ക് രാജേഷിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ, അവൻ്റെ കയ്യിലെങ്ങാനും പണമുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലത്തിന് ഇവിടെ ബില്ലടച്ച് രക്ഷപ്പെടാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ വിജയപത്മന് രാജേഷിനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് അവൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, അവന് 100 ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്, അച്ഛൻ വേറെ എന്തെങ്കിലും വഴി നോക്കുക, അച്ഛൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നതല്ലേ, എന്നിട്ട് സ്വയം ഓരോന്ന് ചെയ്ത് വരുത്തി വെച്ചിട്ട് ഇപ്പോൾ എന്നോടാണോ പണം ചോദിക്കുന്നത്, എൻ്റെ കയ്യിലൊന്നും പണമില്ല എന്നൊക്കെ അവൻ പറയാൻ കേട്ടോ. ഇത് കേട്ട് വളരെ സങ്കടത്തിൽ തന്നെ വിജയപത്മൻ ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട്, എടി ആവശ്യം വന്നപ്പോൾ നമ്മുടെ മക്കൾ വരെ കൈ മലർത്തി കാണിക്കുകയാണ് നമ്മളുടെ മുന്നിൽ, ഇനി എന്താണൊരു വഴി എന്ന് എനിക്കറിയില്ല, ഇന്നും കൂടി ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ ചികിത്സ ഇവിടെ മുടങ്ങുകയും ചെയ്യും, നമ്മൾ ഇനി ആരോടാൻ ചോദിക്കുക, എനിക്കറിയില്ല ഈശ്വര എന്നൊക്കെ പറയാൻ കേട്ടോ വിജയപത്മൻ ജാനകിയോട്. ജാനകി ഇത് കേട്ടിട്ട് കിടന്ന കിടപ്പിൽ പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട്.